മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. 2.25 മണിക്കൂർ തിയേറ്ററിൽ നമുക്കിരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സിനിമ. ഈ സിനിമ ഒരു 10-20 മിനിറ്റോളം നമുക്കൊരല്പം ആദ്യം ഒന്ന് ട്രാക്കിലാവാനൊരു സമയമെടുക്കും. ആ ട്രാക്കിലായി കഴിഞ്ഞാൽ പതിയെ അത് പുരോഗമിച്ച് 1 മണിക്കൂറാകുമ്പോഴേക്കും ഇൻ്റർവെല്ലാകും. അത് പോകുന്നതേ അറിയില്ല, ആ സമയം പോകുന്നത് അറിയില്ല. ഇൻ്റർവെല്ലിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സിനിമ നടക്കുന്നത്. അതൊരു 1.25 മണിക്കൂറോളം ഒരു കൊച്ചു സിനിമയാണ്. 2.25 മണിക്കൂറുള്ള ഒരു കൊച്ചു സിനിമയാണ്. ആ രണ്ടാമത്തെ പാതിയിലാണ് ഈ സിനിമയാക്കുന്നതും നമ്മളെ അവിടെ ഇൻട്രസ്റ്റോടുകൂടെ സിനിമയിൽ നമുക്ക് പിടിച്ചിരുത്തുന്നതും. ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു അഭിനേതാക്കളെയും ഇതിൻ്റെ ടെക്നീഷ്യൻസിനെയൊക്കെ നിങ്ങളോട് പറയാം. തീർച്ചയായും നമുക്ക് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്ന ചിദംബരം പൊതുവാളാണ്. കണ്ണൂർക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. ജാനേമൻ 2021 എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദറും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സൗബിൻ സക്കീറാണ്. ശ്രീനാഥ് ബാസിയുണ്ട്, ബാലു വർഗീസുണ്ട്, മറ്റേ ജീൻ പോൾ ലാൽ ജൂനിയർ ഉണ്ട്, അഭിരാമുണ്ട്, അരുൺ കുര്യനുണ്ട്. അങ്ങനെ ഒരു നിര, ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെയുണ്ട്, വേറൊരു ഗാങ്. പൊതുവെ നമുക്ക് ഈ 2024 എന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തിയേറ്ററിൽ ഒരു നല്ല കാലഘട്ടമായിരുന്നു. ഇപ്പോഴും പ്രേമലുവും ഭ്രമയുഗവും ഒക്കെ തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ മഞ്ഞുമൽ ബോയ്സും വന്നിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ നല്ല റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്, നല്ല പോസിറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിലാണെങ്കിലും നല്ല ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട്. ഡിഫറൻ്റായിട്ട് വലിയ താരരാജാക്കന്മാരൊന്നുമില്ലാതെ തന്നെ മലയാളത്തിലെ സിനിമയ്ക്ക് നല്ല ഭാവി വരുന്നു എന്ന് വേണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരാം. ഇത് സംവിധായകൻ്റെ പേര് പറഞ്ഞു. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. ഒന്നും പറയേണ്ട, പെർഫെക്റ്റാണ്. അതിമനോഹരമായ ക്യാമറയാണ്. ഓരോ കൊടൈക്കനാലിൽ അങ്ങ് ഒപ്പിയെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ എന്താണ് പറയേണ്ടത്, ഈ ഷോട്ടുകളൊക്കെ അതിമനോഹരമായി എടുത്തിട്ടുണ്ട്. അതിലും എടുത്തു പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. വിവേക് ഹർഷനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കട്ട് ബാക്കൊക്കെ ഉണ്ട്. ചില വൈഡ് ഷോട്ടുകളിൽ ഒരു കണ്ണിൻ്റെ ആകൃതിയിലൂടെ ആ ഗുഹ കാണിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുകയാണ്. ജീവിതത്തിലേക്ക് അപകടത്തിൽപ്പെടുന്നവരാണ്, രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു കണ്ണിൻ്റെ കാഴ്ചയിലൂടെ ഗുഹാമുഖം കാണിക്കുന്ന നമ്മൾ വൈഡ് ഷോട്ടുണ്ട്, അതിമനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു സംഭവം കൂടെ എടുത്ത് പറയണം കേട്ടോ. അതിനകത്തൊരു ഡയലോഗുണ്ട്. ദൈവത്തെപ്പറ്റി ചോദിക്കുന്നത്, ദൈവമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ദൈവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനകത്തൊരു മറുപടി പറയുന്നുണ്ട്, മേലെ ഒരു പ്രകാശം കാണില്ലേ, അതാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. വളരെ രസകരമാണ്. അത് ഈ കഥയായിട്ട് വളരെ ലിങ്ക്ഡാണ്. കാരണം വളരെ ആഴങ്ങളിൽ അകപ്പെട്ടു പോയ ഒരാൾ ദൂരെ കാണുന്ന ഒരു പ്രകാശ ബിന്ദുവിനെ, അതാണ് പ്രതീക്ഷ. ദൈവത്തെ സങ്കല്പിക്കുകയാണ്. അതാണ് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് തോന്നുമെങ്കിലും പിന്നെ ഇതിൽ പല സംഭവങ്ങളാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അപ്രസക്തമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും സെക്കൻഡ് ഹാഫുമായിട്ട് അതിമനോഹരമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ചിദംബരത്തിനാണ്, ആ ഡയറക്ടർക്കാണ്, ഇതിൻ്റെ റൈറ്ററും അദ്ദേഹമാണ്. അതുകൊണ്ട് ആ കാര്യത്തിലും നല്ല മികവ് പുലർത്തിയ സിനിമയാണ് ഈ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ നമുക്ക് ആ ഗുഹയെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. 1821 BS നോഡെന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനാണ് ഈ കൊടൈക്കനാലിലെ ഈ ഗുഹ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം പിന്നെ നമ്മളിതറിയുന്നത് കമലഹാസൻ്റെ ഒരു സിനിമ ഗുണ എന്നുള്ള സിനിമ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. അതിൽ അതിമനോഹരമായ നല്ല പാട്ടുണ്ട്. ആ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ സിനിമ തന്നെ തുടങ്ങുന്നത്. ഗംഭീരമായിരിക്കുന്നത്. അതിനെ അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെവിൾസ് കിച്ചൺ എന്നാണ് പറയുന്നത്. ഡെവിൾസ് കിച്ചൺ എങ്ങനെയാണ് ഡെവിൾസ് കിച്ചൺ ആയതെന്ന് നമുക്കറിയില്ല. കാരണം അവിടെ ചെന്നുപെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സുഭാഷ് എന്ന കഥാപാത്രത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ കരഞ്ഞപേക്ഷിക്കുന്ന അധികാരികളുടെ മുമ്പിൽ പറയുമ്പോൾ ഇന്നേ വരെ അവിടെ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിനെ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്. മറ്റൊരു കഥയും പറയുന്നുണ്ട്. പാണ്ഡവരുടെ വനവാസക്കാലത്ത് അവരുടെ അടുക്കളയെ ഉപയോഗിച്ചിരുന്ന ഭാഗമായിരുന്നു അതെന്നും. അങ്ങനെ അത് അവരുടെ അടുക്കളയായതുകൊണ്ട് അവരുടെ പക്ഷേ ഡെവിൾ എന്ന വാക്കിന് അവിടെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നും നമുക്കറിയില്ല. അതെന്തുമാകട്ടെ, ഇത് കഥ പുരോഗമിക്കുന്നത് ഈ രീതിയിലാണ്. സെക്കൻഡ് ഹാഫിലാണ് ഈ നടന്മാരുടെ എല്ലാം പ്രകടനം.
ഇതിൽ എല്ലാ നിരൂപണങ്ങളിലും നമ്മൾ എഡിറ്റിംഗ് നന്നായിട്ടുണ്ട്, മ്യൂസിക് നന്നായിട്ടുണ്ട് പറയും. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എൻ്റെ സുഷീൻ ശ്യാം അതിമനോഹരമായി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബീജിയുമൊക്കെ എന്താ പറയേണ്ടത്, കറക്റ്റാണത്. നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. ആ സിനിമ ആസ്വദിക്കുന്നതിൻ്റെ പ്രധാന ഘടകം തന്നെ സുഷീൻ ശ്യാമിൻ്റെ ഈ മ്യൂസിക്കിൻ്റെ ഒരു അപാരമായ എഫക്റ്റ് തന്നെയാണ്. എടുത്തു പറയേണ്ടതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സിനിമാറ്റോഗ്രാഫി, ക്യാമറയെ പറ്റി പറഞ്ഞു, എഡിറ്റിങ്ങിനെ പറ്റി പറഞ്ഞു, സംവിധാനത്തെ പറ്റി പറഞ്ഞു, മ്യൂസിക്കിനെ പറ്റി പറഞ്ഞു. ഇവരുടെ എല്ലാം അഭിനയത്തിൻ്റെ എല്ലാ ആൾക്കാരും ഒന്നിനൊന്ന്, ഇപ്പോൾ സൗബിൻ സഗീറിൻ്റെയൊക്കെ ഓരോ രംഗങ്ങളും അതിമനോഹരമാണ്. സുഭാഷ് എന്നുള്ളൊരു കഥാപാത്രം വളരെ പാവപ്പെട്ട, കാരണം ഒരു ടൂറിന് പോകാൻ കാശില്ലാതെ ആദ്യം അതിൽ നിന്നൊക്കെ പിന്മാങ്ങുന്നതാണ്. പിന്നെ ഒരാൾ പിന്മാറുന്നതോടുകൂടെ അതിലേക്ക് അവനെ നിർബന്ധപൂർവ്വം വലിച്ചു കൊണ്ടുപോകണം. ആ സുഭാഷിനാണ് ഈ അപകടം പറ്റുന്നത്. അപ്പോൾ അവൻ്റെ മാനസികമായിട്ട് അവനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ്റെ അമ്മയോട് ഞാൻ എന്ത് മറുപടി പറയുമെന്നും പറഞ്ഞിട്ട് അവസാനം ആ കുഴിയിലേക്ക് അധികാരപ്പെട്ടവർ ഇറങ്ങാൻ പഠിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ശോഭിൻ്റെ കഥാപാത്രം ഇറങ്ങി അവനെ രക്ഷിച്ചെടുക്കുന്ന ആ ത്രില്ലിങ്ങാണ് ഈ സിനിമയുടെ കാതൽ. അത് നിങ്ങൾ ആസ്വദിക്കണം, തിയേറ്ററിൽ തന്നെ പോയിട്ട് ആസ്വദിക്കണം. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ സിനിമ നിരൂപണം പറയുമ്പോൾ തന്നെ ഞാൻ എന്താണ് നമുക്കിതിനകത്ത് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടോ, എൻ്റർടൈൻമെൻ്റ് ആണോ, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, ഈ സിനിമയിൽ ഞാനൊരു ഇൻഡയറക്റ്റായിട്ടൊരു മെസ്സേജ് കാണുന്നുണ്ട്. വളരെ സാധാരണക്കാരായ ഒരു ഹൈഫൈ സന്തോഷങ്ങളും ആസ്വദിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർക്ക് കിട്ടാവുന്ന ഒരു ടൂറ്, ഒരു സാധാരണ സംഭവത്തിൽ അവരുടെ സ്നേഹവും ഇതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ അതിലൊരാൾ ഒരപകടത്തിൽ പെടുകയാണ്. അപ്പോൾ എല്ലാ സന്തോഷങ്ങളുടെ ഇടയിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ സ്നേഹബന്ധം, സൗഹൃദ ബന്ധം, അവനില്ലാതെ മടങ്ങാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്നുള്ള വലിയ, ഇന്നേ വരെ അവിടെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും പറയുകയാണ് ഞങ്ങളെല്ലാവരും ഇതിനകത്തേക്ക് എടുത്തു ചാടും എന്ന് പറയുന്ന ചില രംഗങ്ങളും വികാര രംഗങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് ഈ കഥയുടെ കാതലായ സന്ദേശം. ബോണ്ടേജ്, ഫ്രണ്ട്ഷിപ്പ്, അതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് വിളിച്ചു പറയുന്ന കഥയാണ് ഈ സിനിമ. ആ രീതിയിൽ ഇതിനെ കാണാൻ എത്ര പേർക്ക് കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ രീതിയിലും കൂടെ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. മറ്റുള്ള ടെക്നിക്കൽ സൈഡും അഡ്വഞ്ചറസ് ത്രില്ലർ സിനിമ എന്നുള്ളതിനൊക്കെ ആസ്വദിച്ചെങ്കിലും, കാരണം മാളൂട്ടി വന്ന് എന്നൊരു സിനിമയാണ് നമുക്ക് ഒരു യഥാർത്ഥ ഇതുപോലെ സമാനമായൊരു ട്രാക്കിൽ പണ്ട് ജയറാമിൻ്റെ ഒരു സിനിമ വന്ന്, അത് വന്നിട്ട് ഏതാണ്ട് ഒരു 10-30 കൊല്ലത്തിന് മുമ്പാണ്, 1990 മറ്റോ ആണ്. അന്ന് ഇതേപോലെ കുഴൽക്കിണറിൽപ്പെട്ട ഒരു കുട്ടിയെ രക്ഷിക്കുന്ന കഥയുമായിട്ടാണ്. അത് നമ്മൾ ആ കാലത്ത് ടെക്നോളജി ഒന്നും ഇത്ര വർദ്ധിച്ചിട്ടില്ല. അത് നമ്മൾ ശ്വാസമടക്കി പിടിച്ചിരുന്ന കണ്ട സിനിമയാണ്. ഇതും അത്രമാത്രം ശ്വാസമടക്കി പിടിച്ച സിനിമയാണ്. ഇതിനകത്തും ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റിട്ടിരിക്കുകയാണെന്നാണ് പറയണത്. യഥാർത്ഥ കല്ലോ കാര്യമോ പാറ ഇടുക്കൊന്നും അല്ല, അവർ സെറ്റിട്ട് ചെയ്താണെന്ന് പറയണത്. അതങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് പോകരുത് എന്നുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് ഫീൽ ചെയ്തില്ല, ഞാൻ അങ്ങനെ കേട്ടിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് എൻജോയ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇത് വളരെ നല്ല സിനിമ. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പണം മുതലാക്കാവുന്നൊരു നല്ല സിനിമ എൻജോയ് ചെയ്യാം. ഇതിനകത്ത് നായികമാരില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേട്ടോ. അമ്മ സീനോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ മറ്റൊക്കെ ആയിട്ട് വന്നു പോകുന്ന അപൂർവം ചില സ്ത്രീ കഥാപാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ട വലിയ താരരാജാക്കന്മാരുടെ ആവശ്യമില്ല. നായികാ സങ്കല്പങ്ങൾ, ഇപ്പം മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം വന്നതിലും ഒരു നായികയില്ല. അപ്പോൾ ഇതൊന്നുമല്ല സിനിമയ്ക്ക് പ്രധാനം എന്നുള്ളത്. വിജയിക്കണമെങ്കിൽ, തിയേറ്ററുകളിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കരുത്തായ ഒരു പ്രമേയം വേണം. ആ പ്രമേയത്തെ അതിമനോഹരമായി ചിത്രീകരിച്ച് സീക്വൻസിനെ തമ്മിലുള്ള ബോണ്ടേജ് ശക്തമാക്കിയാൽ ഏത് സിനിമയും ഇവിടെ വിജയിക്കും. മലയാളത്തിന് അത് കരുത്താകും എന്നുള്ളതാണ് ഈ സിനിമയുടെയും വിജയത്തെ കാണിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി.